സൂചിപ്പിച്ചില്ലേ, ഈ ട്രംപിന്റെ ഒരു അൾട്ടർ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള ഒരു യുദ്ധവിരാമമായി നമ്മൾ ഈ പലസ്തീനെ കൊണ്ടെത്തിക്കുന്നത് വലിയ രീതിയിൽ ആ മേഖലയിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണത്. ഇന്നലെ അങ്ങ് രേണുക സൂചിപ്പിച്ച പോലെ 12 പേരടങ്ങുന്ന കുടുംബം ഒട്ടൊക്കെ ഒരു ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ വെടിനിർത്തൽ എന്ന സമാശ്വാസനത്തിന്റെ തണലിലാണ് പുറത്തിറങ്ങി നടന്നത്. അവർക്ക് മേലെയാണ് ഈ ബോംബിംഗ് ഉണ്ടായത്. അവർ ഒന്നായി മാറി. നേരത്തെ ഇപ്പൊ മോഹൻ വർഗീസ് സൂചിപ്പിച്ച പോലെ ഇതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്നത്. ഇസ്രായേലിന്റെ നിലപാട് വളരെ കൃത്യമാണ് തുടങ്ങുന്നത് തന്നെ. അതായത് ഞങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കണം, ബന്ദികളെ തിരിച്ചെത്തിക്കണം. ഇതിൽ ബന്ദികളെ എല്ലാവരെയും തിരിച്ചെത്തിക്കുക, ജീവനോടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. പക്ഷെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഏതൊരു സാധ്യതയും, അതായത് ഹമാസിന്റെ ഭാഗത്തുകൊണ്ടുള്ള ഏതൊരു ചെറിയ പ്രൊവക്കേഷൻ പോലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായി കണക്കിലെടുത്ത് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രകോപിതമാവുമെന്നും അവരെ തിരിച്ചടിക്കുമെന്നാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.